പോറ സ്വന്ന കഴിവറ ഇതാര് തങ്കപ്പനും മണ്ണപ്പനൊക്കെ ഇതാരിത് അമ്മച്ചിയേ എനിക്ക് നമ്മുടെ ഈ തോക്ക് പോകുന്ന ഇതുമായിട്ടൊക്കെ എന്തൊക്കെയോ കണക്ഷൻസ് തോന്നുന്നുണ്ട് കേട്ടോ ബോസ്. Hey, she's not die ernst, oder? Aber hast ജീവനങ്ങ് പോയി എന്റെ ജീവനങ്ങ് പോയി കേട്ടാടാ കുമ്മാളെ പോറ സ്വന്ന കഴിവറാത്ത മോനെ. du heute schon für Hecht gewotet? Auf swissmusicawards.ch. Es geht jeden Tag. ഉമ്മന്ന് ജാക്കി വന്ന എനക്കാണേ ഒരു കൂട്ടാണ് എനിക്ക് ഇതാരാ ഏബിൾ മാത്രം ഇതാരാ മറ്റേതാരാ ഏബിലെ പേരെന്താ? ഏത് ഗ്യാങ്ങാറോ വിരോധമല്ലേ ഞങ്ങളൊരു കാര്യം സംസാരിച്ചിട്ട് ഈ വണ്ടി തരുമോ? ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച്. അവരെ പറഞ്ഞു വിട്ടല്ലേപ്പാ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. നീ എന്താ പറയുന്നത്? നമുക്ക് എനിക്കാരെ വേദനിപ്പിക്കാൻ അറിയത്തില്ലടാ. എന്റെ പിഞ്ച് മനസ്സാണ് എന്റെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ വേറെ എന്തേലും കോച്ച് എന്തേലും പറഞ്ഞായിരുന്നു? വേറെ എന്തേലും കാര്യം ഇല്ല. കോച്ച് പിന്നെ ഈ റോബറി അടിക്കാൻ പറ്റുള്ള ഇങ്ങനത്തെ കോച്ച് ഇങ്ങനെ ഒരു കണ്ണിന്റെ കേസ് ഉള്ളത് പറഞ്ഞായിരുന്നു. അതെന്ത് പറ്റി? എന്ത് കണ്ണിന്റെ? കുറച്ച് നാളെ ഒരു കണ്ണിന്റെ കേസിനെ പറഞ്ഞ നടപ്പുണ്ട് ഇങ്ങനെ. ഗ്യാങ് ഹൗസിന്ന് ഗണ്ണെടുത്ത് ഞാൻ കൊടുക്കുന്ന പറഞ്ഞ നടപ്പുണ്ട് ഇങ്ങനെ ആള്. അതിനെ കുറിച്ചെല്ലാം പറഞ്ഞായിരുന്ന? ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ. നിനക്കെന്തോ തോന്നുന്നു? അല്ല നിനക്കെന്തോ തോന്നുന്നു? ചന്ദ്രു അങ്ങനെയൊന്നും ചെയ്യില്ലെന്നാണ് കോഹ്ലിയൊക്കെ അല്ലേ. ചന്ദ്രന് ആ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ചന്ദ്രൻ അതൊന്നും ചെയ്യും. ഞാനത് ചെയ്യേണ്ട കാര്യം എനിക്ക് അല്ല. അത് ചെയ്തിട്ട് ആ കാശ് വെച്ച് ജീവിക്കേണ്ട ആ ഒരു ഇത് എനിക്കുണ്ടോ? ഇല്ല 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 ഇല്ല, അങ്ങനത്തെ ഒരു ആവശ്യമില്ലല്ലോ. നമുക്ക് ആർക്കും ഇല്ലല്ലോ. നമ്മളൊക്കെ ഒട്ടുമില്ല, ആർക്കും എനിക്ക് ഒട്ടുമില്ല. പിന്നെ എന്തിനാണ് ഈ കോച്ച് അതൊക്കെ പറഞ്ഞു നടക്കണേ? മോശമായിട്ടുള്ള കാര്യമല്ലേ? ചോദിക്കണം കോച്ച് വരുന്നത് നോക്കി ഓടിക്കണം. നമ്മളടുത്ത് വെള്ളം ഒഴിക്കാൻ വന്നതല്ലേ? അതെ, നമ്മൾ അങ്ങോട്ടല്ലേ പോയത്. പക്ഷെ വണ്ടിയല്ലേ അത്. നമ്മളെ വണ്ടിക്ക് വരാൻ വയ്ക്കാറായടാ അവൻ. നിർത്തുന്നില്ല, അവനങ്ങ് റോളാണല്ലോടാ. റോളാ അവന് സോറി പറയാം. നമ്മളെ വണ്ടിക്ക് വരാൻ വയ്ക്കാറായടാ. അവനെ ഇടിക്കണം. ഹലോ. പറഞ്ഞ ഏവലെ വന്നാ? ഞാനും ഇവിടെ ഉണ്ട്. ഇവിടെ അടുത്തൊരു ഡ്രസ് ഷോപ്പിന്റെ അടുത്തുണ്ട്. മറ്റേ മുഴുക്കിന്റെ മണ്ടയ്ക്കുള്ള ഡ്രസ് ഷോപ്പില്. പക്ഷെ അവിടെ ഇല്ല, ഇപ്പൊ അവിടെ ഇല്ല. നീ എവിടാ? ഞങ്ങൾ അങ്ങോട്ട് വരാം. അതെവിടാ? അപ്പുറത്തെ മാപ്പിലല്ലേ? ഞാൻ മാർക്ക് ചെയ്തരാം. മറ്റേതല്ല, കണക്ട് റേഡിയോ എല്ലാരും അടിയില. എവിടെ? നമ്മളെ ബാഗിലുണ്ടല്ലോ. എവിടെ ഇത്? അതെ നീലമുടി ബാക്കിൽ. മറ്റേ ബാഗ് മനസ്സിലായി. പോവാൻ ബോസണ. പോന്നേ തങ്കപ്പ.
അതാര് തങ്കപ്പനും പന്നപ്പനൊക്കെ ഇതാരിത്? തങ്കപ്പനെ ബോസണ്ണന് എന്തൊരു കമ്പനി നിന്റെയൊക്കെ? തങ്കപ്പനെ അറിയത്തില്ല. ഇത് നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളുടെ ബോയ് ഫ്രണ്ടാ സിറ്റിയിലെ. ബോയ് ഫ്രണ്ടാ ഇത്. ബോയ്ഫ്രണ്ട്. ബോസണ്ണ ഇത് അറിയത്തില്ലല്ലേ? ഞാൻ ബോസണ്ണ അറിയാവുന്നു. എനിക്കറിയത്തില്ല. സിറ്റിയിലെ ഫസ്റ്റ് കേൾക്കപ്പോഴും അവര് അടുത്ത ആഴ്ച. കൊച്ചല്ലേ മറ്റേ ഭൂമി ആദ്യത്തെ? പിന്നെ ആഷ് കേന്ന് പറഞ്ഞ ഓൺ ദ സ്പോട്ട് ഇട്ടേച്ച് പോയില്ലേ ഭൂമി? പിന്നെ അപ്പടിയെ തേച്ചിട്ട് പോയില്ലേ അവൻ? അങ്ങനെ വേണം അവന് നൈസായിട്ട് തേക്കാൻ നോക്കിയാട്ടാ പെട്ട്. എന്താ പറയാനായിട്ട്? സത്യം ഓരോ മനുഷ്യരുടെ ഓരോ ജീവിതങ്ങളെ കുറിച്ച് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അതെ അതെ റോസണ്ണ എന്നാലും വന്ന് കേറി എലി എടുത്ത് നമ്മള് പെർഫെക്റ്റ് ആയിട്ട് എത്തിയല്ലേ? എനിക്കെന്ത് പറ്റാൻ ബോസണ്ണ? ഞാനൊരു പാരച്യൂട്ട് ഇട്ടാലോ ആലോചിച്ചേ. പിന്നെ എന്തിനാ ബോസണ്ണന് ചോക്ലേറ്റ് ഡേ ആയിട്ട് അതിനനുസരിച്ച് ഒരു ചോക്ലേറ്റ് തന്നു. വെള്ളം പോലും തന്നില്ല. പിന്നെയാണ് ബോസണ്ണ ഞാൻ തരും ബോസണ്ണന് ചോക്ലേറ്റ്. എന്നാ എൻജോയ് ചെയ്യും, കഴിക്കും. അത് ബോസണ്ണനെ കൊടുക്കണം, വേറെ ചോക്ലേറ്റ് ഇല്ല. നീ എന്താ ബോസണ്ണ? ബോസണ്ണ അതെന്താന്നറിയോ ബോസണ്ണ? ഞാനുണ്ടല്ല ബോസണ്ണനെ മറ്റേ പണ്ട് TKRP ലോകത്ത് വെച്ച് ബോസണ്ണ നീകൻ ഒരു തവണ വിളിക്കുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ വെറൈറ്റി ഒരു പേര് ഏത് നമ്മളൊരു തവണ മറ്റേ ഇവിടെ പോയി, എവിടെ മറ്റേ പലാറ്റോയില് മറ്റേ അതിന്റെ പേര് പലാറ്റോയിലെന്ന് മറ്റേ അതിന്റെ പേരെന്തിരും മറ്റേ മര അത് അതിന്റെ പേരെന്തിരാണ്? ആ ഭാഗത്തോട്ട് പോവാത്തോണ്ട് അറിയത്തില്ല. ഒരു ആൽഫാമയിലാണേ. നീ ഓർമ്മയുണ്ട് ചില്ലിയാടിന്റെ അവിടെ ഒരു തവണ മറ്റേ വണ്ടി പോയപ്പോ നീകം വിളിക്കുന്ന കേട്ട് അപ്പൊ നോക്കിയപ്പോ വെറൈറ്റി പേര് കിടിലല്ലേ ബോസണ്ണ? ഇടുക്ക് സാധനോടെ അതൊന്നും പറയല്ലേട്ടാ. അത്ര പാട്ട് കേക്കണേ എനിക്ക് കേട്ടൂടാ. എനിക്ക് വർഷങ്ങളായി സിറ്റി പാട്ടൊക്കെ കേട്ടിട്ട്. അതെ അത് മൊത്തം ബഗ്ഗാ. ഇങ്ങനെ ഇത് ഡ്രിഫ്റ്റ് വണ്ടിയാ. ഇങ്ങനെ ഇരുന്ന് കറങ്ങും. പണ്ട് നല്ലതായിരുന്നു വണ്ടി. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ബോസണ്ണനോട് സീരിയസ് ആയിട്ട് വേറെ കാര്യം പറയാം. എന്താടാ? വണ്ടി നിർത്തി സംസാരിക്കണം. കുറച്ച് സീരിയസ് ആണ്. കട്ട സീരിയസ് ആണോ? അതെ ഭയങ്കര സീരിയസ് ആണ്. എന്താ പറ ബോസണ്ണ? ഇപ്പം നേരത്തെ സിറ്റിയിൽ എനിക്ക് ഉണ്ടായിരുന്നെന്ന് പറയാൻ ഒരു മോളും ഒരു മോനും ആയിരുന്നു. അപ്പൊ വഴിയെ പോകുന്നവന്മാരെല്ലാം അച്ചാന്ന് വിളിക്കും എന്നെ. നിന്നെയാ? നീ എന്താ പള്ളിയിൽ അച്ഛനായ? ഇല്ല, പിന്നെ അവരുടെ അച്ഛനായി വന്ന്. അതെന്തിനാ നിന്നെ അച്ഛന്ന് വിളിക്കണേ? എനിക്കറിയത്തില്ല ബോസണ്ണ. എന്നെ കണ്ട അത്ര വയസ്സ് തോന്നിക്കുന്നുണ്ടോ ബോസണ്ണ? പറ. നിന്നെ കണ്ട ഒരു പ്രായവും തോന്നിക്കൊന്നും തോന്നിക്കില്ല. പിന്നെ നിന്നെ എങ്ങനെ വിളിക്കും ബോസണ്ണ? പിന്നെ എല്ലാവരും എന്നെ അച്ഛാന്ന് വിളിക്കുന്നു. അല്ല നീ ആരെങ്കിലും മോളായിട്ട് ഏറ്റെടുത്തിട്ടുണ്ടോ? മോളായിട്ട് ആരെങ്കിലും? എനിക്കൊരു മോളുണ്ട് ബോസണ്ണ സിറ്റിയില്. ഒറ്റ മോളേ ഉള്ളു. അന്ന. എടാ ഇതാരടാ പറഞ്ഞേ? പോലീസാ? തങ്കപ്പൻ കള്ളൻ. ആരടാ നിനക്ക്? അവന്റെ വണ്ടി അവന്റെ വണ്ടി അവന്റെ വണ്ടിയിൽ എടുത്തോണ്ട് പോന്നെ. അവനത്ത് പറയടാ, ഇപ്പൊ വരാ. ഞങ്ങൾ സംസാരിക്കാൻ വന്നേന്ന് പറയടാ. എന്താ പ്രശ്നം? തങ്കപ്പനും നമുക്ക് എന്തായാലും ഡീൽ ചെയ്യാം. നമുക്ക് എന്നെ എന്നാലും അച്ഛാന്ന് വിളിക്കാൻ എന്താ കാരണം? എനിക്ക് അത്ര പ്രായം ഇല്ലല്ലോ ബോസണ്ണ. കൊച്ചുവരെ അച്ഛാന്ന് വിളിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവൂലേ? ബോസണ്ണ ഞാൻ അവനെ കൊല്ലിയ ബോസണ്ണ. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറയണേ അവനോട്. ഇത് പോകുന്നില്ല, കോള് പോകുന്നില്ല. ഒന്ന് ഫോൺ കൊടുത്തേടാ. ഇതിന്റെ ഫോണില്ല. എന്റെ ഫോണില്ല. എടാ
ഇവന് ഫോൺ കൊടുക്കാൻ എന്തോ ഒരു മടിയുണ്ടല്ലോ ബോധന. അല്ലല്ല കണ്ടില്ല ഫോൺ എന്തോ ഒരു മടി എന്തോ ഒരു മടിയുള്ള പോലെയൊക്കെ തോന്നുന്നു കേട്ടോ എനിക്ക് ചെറുതായിട്ട്. അതൊക്കെ ഞാൻ ഒരു തുറന്ന പുസ്തകം. ആ ഫോൺ കിട്ടി. ഫോണ് കിട്ടി നോക്കട്ടെ. പാസ്വേഡ് 0000 ആയിരിക്കും. ഫുള്ള് 0 ആയിരിക്കും. ആ ചെലപ്പോ അല്ലേ. സ്വന്തം ഫോണിന്റെ പാസ്വേഡ് നിനക്ക് അറിയില്ലടാ. ആ ഒരു കോൾ വിളിക്കാനാണ് അർജന്റ്. 2000 അടിച്ചോക്ക്, അല്ലെങ്കിൽ 2005 അടിച്ചോക്ക്. 2005 അടിച്ചെന്ന് അറിയില്ലല്ലോ. അപ്പൊ നീ എന്താടാ മറച്ചു വെക്കുന്ന ബോസനെ? അതുകൊണ്ടല്ലടാ നീ പാസ്വേഡ് പറയാത്ത കള്ള. എടാ കള്ള, പാസ്വേഡ് നീ അതുകൊണ്ടല്ലടാ പറയാത്തെ. ഇവൻ കള്ളനാ. ഇത് കണ്ട അറിയത്തില്ല ഇവൻ കള്ളനാണ്. അല്ല അങ്ങനെ എനിക്കൊന്നുമില്ല. നിനക്ക് നീ ജസ്റ്റ് ഓർമ്മ എനിക്കൊരു കോൾ വിളിക്കാം. ഫുൾ 9 അടിച്ചു. ആണോ? എന്നാ ഞാൻ നോക്കട്ടെ. എളുപ്പത്തിന് എന്തെങ്കിലും നോക്കി ഞാൻ നോക്കട്ടെ. ഞാൻ മറന്നുപോയി. ഓരോ അഭിനയമാണ്. കണ്ട അറിയൂലേ ബോസാണ്. ഇതെന്തോ ബോസണിന് തരാൻ പറ്റാത്ത അഭിനയമാണ്. അല്ലല്ല അവന് എനിക്ക് അങ്ങനെ ഇല്ല പാസ്വേഡ്. ഞാൻ പിന്നെ ഫോൺ കൊടുത്തല്ലേ. തുറന്നോ എടാ 2005 നീ പറഞ്ഞില്ലേ? 2005 വീണ്ടും 2 സ്ലോട്ട് ഉണ്ടല്ലോ. അതിലെന്തിനടിക്കും അപ്പ? ഞാൻ പറഞ്ഞില്ലേ ഇവൻ മനഃപൂർവ്വം പറയാത്തതാണ്. ഇവൻ മനഃപൂർവ്വം പറയാത്തതാണ്. ഞാൻ അൺലോക്ക് ചെയ്ത് നോക്കട്ടെ. എന്ത് തിരിച്ചേരേ നോക്കട്ടെ. പിന്നെ ബോസണ വേറെ സംഭവത്തെ പറ്റി എനിക്ക് പറയാനുണ്ട്. ഇത് ഇത്രയും സീക്രട്ട് ആണ്. ഒന്ന് ബോസണ മാത്രം എനിക്ക് തുറന്നല്ലോ തന്നെ. ബോസണ നമ്മുടെ ഗ്യാങ് ഹൗസിലുണ്ടല്ലോ ചില വരവ് പോക്ക് കേസൊക്കെ ഉണ്ട്. അതെന്ന് പറഞ്ഞാ മനസ്സിലാവുന്നില്ല. ഫുള്ള് 0. ഞാൻ ഫേസ് ഐഡി ആയിരുന്നു. എനിക്ക് ഫേസ് ഐഡി നമ്മുടെ എന്തൊക്കെയോ എവിടൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് അടിക്കുന്നു. സത്യം പറയാലോ ബോസണ്ണ. എന്താന്ന് വെച്ചാ കൊറേ പേരിങ്ങനെ ഗ്യാങ് ഹൗസിന്റെ താഴെ ബോട്ടുമായിട്ട് വരുന്നു, എന്നിട്ട് സ്കൂബ ഇടുന്നു, മുങ്ങിത്തപ്പും. കൊറേ കേസ് ഞാൻ നോക്കിയപ്പോ ഒരുത്തൻ ഇന്ന് ഗ്യാങ് ഹൗസിൽ കയറി. ഗ്യാങ് ഹൗസിൽ അകത്ത് വരെ കയറുന്നുണ്ട് പലരും. അത് മറ്റേ ഇതല്ലടാ ഗ്രൈൻഡിങ് എന്തല്ലടാ അത്? അല്ല ബോസണ്ണ, അകത്താണോ ഗ്രൈൻഡിങ്? എത്ര പേര് ഇപ്പൊ ഗ്യാങ് ഹൗസിന്റെ അകത്ത് വരെ കയറുന്നറിയോ? എനിക്ക് നമ്മുടെ ഈ തോക്ക് പോകുന്ന ഇതുമായിട്ടൊക്കെ എന്തൊക്കെയോ കണക്ഷൻസ് തോന്നുന്നുണ്ട് കേട്ടോ ബോസ്. സത്യം പറയാലോ. പുറത്തുനിന്ന് കാലൊന്നും എടുത്തിട്ട് പോയിട്ടുണ്ടായിരിക്കോടാ. അതിനൊരു ചാൻസ് ഇല്ലേ ബോസ് അണ്ണ? ഇനി ഒരുത്തനെ നമ്മളങ്ങ് കൈയോടെ അങ്ങ് പൊക്കി ഗ്യാങ് ഹൗസിന്റെ അകത്ത് പോന്നേ, എന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെ കിട്ടിയെന്നറിയോ? ഈ മറ്റേ ഉരുകിയ മെറ്റല്ലേ, ഈ ഉരുകിയ മെറ്റലൊക്കെ എന്തിന്റെ ഭാഗമായിട്ടുണ്ട്? ലൈറ്റ് ഓഫ് ഇട്ടേക്കായിരുന്നു. നമ്മുടെ ഗ്യാങ് ഹൗസിൽ നിന്ന് കൊണ്ടുവന്ന തോക്കാണ് ഈ മറച്ചു വെക്കുന്നതെങ്കിലോ ബോസ് എന്നാ സംശയമുണ്ട്. ഗ്യാങ് ഹൗസിൽ ഇപ്പം ആ യാച്ചിന്റെ അവിടെ ഒരു 100-200 പേരാന്നേ വരുന്നത് കേറാൻ വേണ്ടി. ഹലോ ചന്ദ്രൻ തെറ്റി കത്തിപ്പോകുന്ന ഇഷ്യൂ എന്താണ്? അതെ, ഡീലോസ് അറ്റാക്ക് ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് അടിച്ച് വന്നോണ്ടിരിക്കുക. നമ്മളെന്തേലും ഹെൽപ്പ് വേണോ? നമുക്ക് എല്ലാരും ഹെൽപ്ലെസ്സാ. അല്ല, ഞാൻ കുറച്ച് പഠിച്ചിട്ടൊക്കെ ഉണ്ടേ ഇതിന്റെ. മറ്റേ ഇതില്ലേ, മറ്റേ സേഫ് ആയിട്ട് വാള് സെറ്റ് ആക്കാൻ. ഫയർവാളൊക്കെ സെറ്റ് ചെയ്യാൻ അറിയാവോ? ഫയർ വാൾ അതന്നെ തീച്ചൊമര്. നോക്കട്ടോ നമ്മള് എന്താ ഇപ്പൊ ഞാൻ വിളിക്കാം എന്തായാലും. ശരി ഓക്കെ. ചന്ദ്ര ട്രൈറ്റ് മങ്കിന്ന് ചന്ദ്ര മങ്കിയാവൻ. ഹലോ മച്ചാനെ കേക്കാവോ?
ബ്രോ ഇവിടെ എന്താ പരിപാടി? ബ്രോ ഇവിടെ ഹൈവേ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ തേനീച്ച കളക്ട് ചെയ്യുന്നു, അങ്ങനത്തെ കുറച്ച് പരിപാടിയായിട്ട് പോവാ. എവിടെ നിന്ന് കത്തിപ്പോയതാ? പക്ഷേ എനിക്കൊരു വണ്ടി തരാമോ? ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ ഏതാ? അയ്യോ ഈ വണ്ടി എടുത്തോ, ഈ വണ്ടി എടുത്തോ, ഇതെടുത്തോ. ബ്രോ ഇപ്പൊ സിറ്റി കത്തിയിട്ട് കുറച്ച് നേരമായോ? ഓക്കെ ബ്രോ ഇപ്പൊ കത്തിപ്പോവും കേട്ടാ. ഇതിപ്പോ പോവും ഉറപ്പാ. എന്റെ 1000 ആശകൾ കണ്ടോ? 1000 ആശകൾ കണ്ടു നല്ല പോയി കണ്ടിരിക്കാം. ജയിലിലെ കിടന്ന കാലം പറഞ്ഞില്ലേ? ജയിലിൽ പാവാറില്ല. നമ്മൾ കുറച്ച് ക്ലെവർ ആയതുകൊണ്ട് എന്ത് ചെയ്യാനാന്ന് പറയാം. വാട്ട് ഈസ് ഡീഡോസ്? ബ്രോ ഡീഡോസ് എന്ന് പറയാൻ നമ്മുടെ സെർവറിൽ ഒരു എക്സ്ട്രാ പ്രഷർ തരും. എനിക്ക് അങ്ങനെ അറിയാവും. അപ്പോഴത്തേക്ക് സെർവർ പിങ്ങും പാക്കറ്റ് ലോസൊക്കെ ഹൈ ആവും. എന്നിട്ട് സെർവർ അടിച്ചു പോവും. അപ്പോൾ അത് പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ? അതാണ് ഡീഡോസ്. സെർവർ കത്തിക്കും, അത്രയേ ഉള്ളൂ. കുഴപ്പമില്ലാതെ പൊക്കോണ്ടിരിക്കുകയാണ്. സെർവർ ഇപ്പം എന്തോ ഒരു അപ്ഡേഷൻ എന്തോ ചെയ്തെന്ന് തോന്നുന്നു. ഇഷ്യൂ വന്നു എൻ്റെ വിശ്വാസം. കണ്ണാപ്പി വിളിക്കുന്നു. ഹലോ പറടാ, ഞാൻ ലൈവാ. നീ ഇവിടെ ഇല്ല, എനിക്കറിയാം. മുമ്പ് നീ അവിടെ നീ എക്കോ പോലും ഇല്ല. നീ ഇവിടെ ഇല്ല. എന്നാ ബെല്ലടിക്കും. എങ്ങനെയാ മൈരെ കോള് പറഞ്ഞേ? സാവരില്ല മുമ്പ്. Hello. Hello, Errasan. How are you? I am good, Chandra. How are you? I am good. എന്താ പരിപാടി? ഒരു പരിപാടിയില്ല, വെറുതെ. ഓക്കേ. ഗേൾസ് ടോക്ക് സംസാരിക്കുന്ന അത്രേ ഉള്ളൂ. ഓക്കേ, നടക്കട്ടെ. ഓക്കേ. കുറെ ടൈം വരെ കണ്ടല്ലോ ഗേൾസ് ടോക്സ് എന്ന് പറഞ്ഞിട്ട്. ഇതടിക്കാൻ എൻ്റെ കൈ വിറയ്ക്കും, ഈ കാലും. അത് ചിലപ്പം നേരത്തെ ചൂടിയോ ഇത് മറ്റേ പഴയ വണ്ടിയല്ലേ? മറ്റേ വണ്ടിയല്ലേ? ഇവര് പേരൊക്കെ അടിച്ചിറക്കിയ ഷേക്ക്. അമ്മച്ചിയേ, ഏത് വണ്ടി ഇത്?
അടിയിലായിപ്പോയി 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 സത്തേനെ. ഡീഡോസ് അടിച്ചില്ല. ഇത് നോർമൽ പിങ്, ഇത് നോർമൽ പി അല്ല.